ബറക്കത്ത് കുറഞ്ഞ എല്ലാ വിഷയത്തിലെയും ബറക്കത്ത് നമ്മൾ നോക്കണം. ബറക്കത്തില്ലാത്ത കുറേ ഉണ്ടായിട്ടൊരു കാര്യമില്ല. 10 മക്കളുണ്ട്, ആവശ്യം നേരത്തെ ഒറ്റൊന്നുമില്ല, ഒറ്റ ചെറുക്കനേ ഉള്ളൂ, എല്ലാറ്റിനും ഉണ്ട്, ആവശ്യം കഴിഞ്ഞിട്ട് ആള് ബാക്കിയുണ്ട്. അങ്ങനെ ഉണ്ടാവും. എന്തേ? ബർക്കത്തുണ്ട്, മറ്റേ ബർക്കത്തില്ല. ബർക്കത്തുള്ള സാധനം കുറച്ച് മതി. എല്ലാ വിഷയങ്ങളിലും ബർക്കത്തുണ്ട്. ഇൽമിൽ ബറക്കത്തുണ്ടെങ്കിൽ അവന്റെ ഇൽമ് ഉപകാരമുള്ളതായിരിക്കും. ഇൽമിൽ ബറക്കത്തില്ലെങ്കിൽ കോടതി പിരിഞ്ഞ് ഓർമ്മ വരും. ആവശ്യം കഴിഞ്ഞിട്ടാണ് അങ്ങനെയായിരുന്നില്ലേ എന്ന് കുറെ കഴിഞ്ഞിട്ട് ഓർമ്മ വരും. അതുകൊണ്ട് എന്താ കാര്യം? ആവശ്യം നേരത്തെ ഓർമ്മ ഉണ്ടേ. ഇൽമിൽ ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ആവശ്യം കഴിഞ്ഞ് ന്യായം ഓർമ്മ വരും. എല്ലാത്തിലും ആയുസ്സിലെ ബർക്കത്ത് വളരെ പ്രധാനമാണ്. ബറക്കത്തിനുള്ള ദുആയാകുന്നു ഖുനൂത്ത്. اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت. ഉടച്ചോനെ തോനെ തരണേന്നല്ല, തന്നതിൽ ബറക്കത്ത് ചെയ്യണേ എന്നാണ് ദുആ. അതാണ് ബറക്കത്തിനുള്ള ദുആ ഖുനൂത്ത്. അതിന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. സമയത്തിൽ ബറക്കത്തുള്ള സമയം പ്രഭാത സമയമാണ്. ദിവസത്തിൽ ബറക്കത്തുള്ളത് വെള്ളിയാഴ്ചയാണ്. ഏത് ദണ്ണത്ത് കിടക്കുന്ന ആൾക്കും വെള്ളിയാഴ്ച ആശ്വാസം ഉണ്ടാവും. ദിവസത്തിൽ ബറക്കത്തുള്ളത് വെള്ളിയാഴ്ചക്കാണ്. സമയത്തിൽ ബറക്കത്തുള്ളത് പ്രഭാത സമയത്താണ്. സുബഹിന്റെ സമയം, സുബഹിന്റെ അല്പം മുമ്പും സുബഹിന്റെ ശേഷവും. ബറക്കത്തിന് നമ്മൾ എപ്പോഴും നോക്കണം. ബർക്കത്തില്ലാത്തത് കോട്ട കണക്കിനുണ്ടായിട്ട് ഒരു കാര്യമില്ല. 3 ലക്ഷം റുപ്യ കയ്യിലുള്ള ഒരാള് 500 റുപ്യ കടം ചോദിച്ചാൽ എന്താ ഇപ്പൊ അതിൻ്റെ ഒരവസ്ഥ? ഓന് 3,500,000 റുപ്യ വേണം. ഒരു 500 റുപ്യ ഓൻ്റെ അടുത്ത് 3 ലക്ഷം റുപ്യ ഉണ്ട്. 1000 റുപ്യേ ഉള്ളൂ. ആവശ്യമുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം 200ന്റെ പുതിയ നോട്ട് കീശയിൽ വെക്കാൻ ബാക്കിയുണ്ട്. ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തിലും അവസാനത്തിലുമാകുന്നു. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തിൽ, തുടക്കത്തിലുമാണ്, ഒടുക്കത്തിലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ആദ്യം കോരുന്നത് നമ്മളെ പാത്രത്തിൽ ഇടും. മതിയാവോളം ഇടല്ല വേണ്ടത്. പിന്നെ ആദ്യത്തെ കോരൽ രേശിട്ടിട്ട് പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കിയിടാം. അങ്ങനെയാണ്. അല്ല ഓന് മതിയാവോളം ഇട്ടാണ്ട് നിങ്ങളെന്താ ചൈക്കോളി അറിയാലല്ല. ആദ്യത്തെ ബർക്കത്തായി നമ്മൾ എടുക്കണം. അവസാനം എല്ലുമെന്നുള്ള അവസാനം കിട്ടണുണ്ടല്ലോ, അതും നമ്മൾ തന്നെ എടുക്കണം. മുള്ളുമെന്ന് അവസാനം എടുക്കണത് അത് നമ്മൾ തന്നെ എടുക്കണം. ബർക്കത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല. അവനാന് തേഞ്ഞിട്ടല്ലേ കൊടുക്കുക. എന്നാ പോയി തികയ? മരിച്ചോളം തികയില്ല. അതുകൊണ്ട് കൊടുക്കാനില്ല. ബർക്കത്ത് ആർക്കും കൊടുക്കാനുണ്ടാവില്ല. അത് നമ്മക്ക് തന്നെ ഇഷ്ടം പോലെ വേണം. അതുകൊണ്ട് ബർക്കത്ത് കിട്ടാനുള്ളിടത്തോളം നമ്മൾ തന്നെ എടുക്കണം. ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബർക്കത്തില്ലാത്ത തൊഴിലുകൊണ്ടും കാര്യമില്ല. ബർക്കത്തില്ലാത്ത ആയുസ്സുകൊണ്ടും കാര്യമില്ല. 95 കൊല്ലം ജീവിച്ചു എന്നിട്ടോ മരിച്ചു. ചില ആൾക്കാർ 40 കൊല്ലം ജീവിച്ചു, എന്തൊക്കെ കാട്ടിക്കൂട്ടി നോക്കിയാൽ. അല്ലെ 50 കൊല്ലം ജീവിച്ച് എന്തൊക്കെ ചെയ്തത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഉദാഹരണം. കുറച്ചു കാലം മഹാനവറുകളുടെ ബസീത്ത് എന്നൊരു കിതാബ് ആയുസ് മുഴുവൻ നോക്കിയാൽ തീരൂല. ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ച് നോക്കിയാലേ കിതാബ് കഴിയൂല. അങ്ങനത്തെ ഒന്നല്ല. ബസീത്ത് ഉണ്ട്, വസീത്ത് ഉണ്ട്, വജീസ് ഉണ്ട്, വേറെയുണ്ട്. അതാണ് ആയുസ്സിലെ ബർക്കത്ത് പറഞ്ഞത്. ബർക്കത്തുള്ള ആയുസ്സിൽ ബർക്കത്തുള്ളവൻ കുറച്ചുകാലം ജീവിച്ചാൽ തന്നെ കുറേ നേട്ടം ഉണ്ടാവും. ചില മനുഷ്യന്മാരും വലിയ ബർക്കത്തുള്ള മനുഷ്യന്മാരുണ്ടാവും. ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടായാൽ മതി. ബർക്കത്തുള്ള ഒരെണ്ണം നാട്ടിലുണ്ടായാൽ ആ നാട്ടിലേക്ക് മൊത്തം അതിന്റെ ഗുണം ഉണ്ടാവും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമ് പിന്നെ മിസ്റിൽ താമസിക്കുന്ന കാലത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റിലെ രാജാവായി വാണരുളുന്ന കാലത്ത് നൈൽ നദിയുടെ ഒരു കരയിലാണ് മഹാനവറുകൾ താമസിക്കുന്നത്. ഒരിക്കൽ മറുകരക്കാരായ ആൾക്കാർ വന്നു. മറ്റേ കരമുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു യൂസുഫ് നബിനോട്, നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്കൊന്ന് വരുമോ ചോദിച്ചു. അതെന്തിനാന്ന് ചോദിച്ചു. നിങ്ങൾ കുറച്ചാലും അവിടെ ഒന്ന് വന്ന് പാർത്താലേ ഞങ്ങൾക്കും ഇവിടുത്തെ മാതിരി പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. കൃഷിയൊക്കെ ഒന്ന് ഉഷാറായി, ജലസേചനമൊക്കെ നടന്ന്, പെരപ്പണിയൊക്കെ തീർന്ന്, കടക്കൊന്ന് വീടി റാഹത്താകും എന്നാണ് ഞങ്ങളുടെ വിചാരം. അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് പാർക്കണം ഞങ്ങളുടെ നാട്ടിൽ. മൂപ്പര് പറഞ്ഞു, ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറ്.
നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ആയിക്കോട്ടെ, ഞാൻ വന്നോളാറുണ്ട്. അങ്ങനെ നൈൽ നദിയുടെ മറുകരയിൽ പോയി യൂസുഫ് നബി അലൈഹിസ്സലാം താമസിച്ചു. പറഞ്ഞ മാതിരി കൃഷി ഉണ്ടായി, വെള്ളമുണ്ടായി, കൃഷി നടന്നു, കടം വീടി, പെരപ്പണി തീർന്നു, എല്ലാവരും മുതലാളിമാരായി, ഭയങ്കര റാഹത്ത്. പക്ഷേ മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം മറുകരയിൽ വെച്ച് വഫാത്തായി. തിരിച്ചു പോരുന്നതിന് മുമ്പ് മരണപ്പെട്ടു, വഫാത്തായി. വഫാത്തായപ്പോ ഒരു തർക്കം. എന്താ തർക്കം? ഇവിടെ മറവ് ചെയ്യണമെന്ന് അക്കരമുള്ളവര്, ഞങ്ങളെ നാട്ടുകാരനാണ്, അങ്ങോട്ട് കൊണ്ടുപോകുന്ന അക്കരമുള്ളവര്, അയക്കൂലാന്ന് ബലി കൊണ്ടുപോകുന്നോല് കൊണ്ടുപോവേ, അന്നൊന്ന് കാണണല്ലോ, നിങ്ങളൊന്നും തരാതിരുന്നാണ്, നിങ്ങളൊന്ന് കൊണ്ടുപോയിക്കാണി. ഹത്തായത്തിലും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അവർ. അങ്ങനെ രണ്ട് നാട്ടിലെയും ഖാദിമാർ യോഗം ചേർന്നു. രണ്ട് നാട്ടിലെയും ഖാദിമാര്, ഹക്കിമുമാര് യോഗം ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു. നൈൽ നദിയിൽ മണലും ചാക്ക് കെട്ടിയിട്ട് വെച്ചിട്ട് ബണ്ട് കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നദിയുടെ നടുവിൽ മറവ് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്തത്. പിന്നീട് പിൽക്കാലത്ത് വന്ന അമ്പിയാക്കൾക്ക് സ്വപ്ന ദർശനമുണ്ടാവുകയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ അവിടെ നിന്നെടുത്ത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയുമാണ് ചെയ്തത്. ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം ഗുണം ഉണ്ടാവും.